ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളെ തള്ളിയിരിക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻസ്. ദ്വാരപാലക ശില്പപാളികൾ ഒരുക്കിയപ്പോൾ ലഭിച്ചത് 577 ഗ്രാം സ്വർണം മാത്രമാണെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത്. പാളികളിൽ 1564 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നുവെന്ന UB ഗ്രൂപ്പിന്റെ അവകാശവാദം തെറ്റാണെന്നാണ് വാദിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര ഗ്രാം സ്വർണം പൂശിയിരുന്നുവെന്നതിന് ആധികാരികമായ രേഖകളില്ല. 1564 ഗ്രാം സ്വർണമെന്നാണ് UB ഗ്രൂപ്പ് ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ആരംഭിച്ച SIT സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. സിജോ ബി ജോൺ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, ഗുഡ് മോർണിംഗ്. സിജോ, അങ്ങനെ വരുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നതനുസരിച്ച് ഒരു 1000 ഗ്രാം സ്വർണത്തിന്റെ കുറവ് അവിടെ വരുന്നുണ്ട്. അത് പക്ഷെ എങ്ങനെ തെളിയിക്കും എന്നത് വലിയ ചോദ്യമാണ്. എന്ന് വെച്ചാൽ 1998 UB ഗ്രൂപ്പ് മല്യ ഇത് സ്വർണം പൊതിയുന്ന ഘട്ടത്തിൽ എത്ര ഉണ്ടായിരുന്നു അതിന്റെ തൂക്കം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ആധികാരികമായ രേഖകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെ തെളിയിക്കാൻ കഴിയും? SITയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വലിയൊരു റിസ്ക് ആണ് അവരുടെ മുന്നിലുള്ളത്? SIT അന്വേഷണം തുടക്കത്തിൽ തന്നെ ഏതൊക്കെ വഴിക്കാണ്, എങ്ങനെ അത് പുരോഗമിക്കുന്നു? സൈഫുദ്ദീൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എത്ര കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു ആധികാരികമായ ഒരു രേഖകളില്ല. നമ്മൾ ഇതിൽ നിന്ന് ആദ്യം മുതൽ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത്, UB ഗ്രൂപ്പ് ഇത്തരത്തിൽ 30 കിലോ സ്വർണമാണ് ഈ ശ്രീകോവിലിലെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ ദ്വാരപാലക ശില്പങ്ങളിലാണെങ്കിൽ 1564 ഗ്രാം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അവർ നൽകിയിരിക്കുന്ന ഒരു കത്ത് മാത്രമാണ്. UB ഗ്രൂപ്പിന്റെ ഫിനാൻസ് മാനേജർ ദേവസ്വം ബോർഡിന് കൊടുത്തിരിക്കുന്ന ഒരു കത്തിൽ മാത്രമാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്. അത് പിന്നീട് മഹസറിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് എത്ര കിലോ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചു എന്ന് തെളിയിക്കുന്ന മറ്റു തരത്തിൽ സാങ്കേതികമായി മറ്റു രീതിയിൽ ശാസ്ത്രീയമായി തെളിയിക്കുന്ന മറ്റ് തെളിവുകളൊന്നും നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഏത് തരത്തിലായിരിക്കും ഇത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. UB ഗ്രൂപ്പ് പറയുന്നത് 1564 ഗ്രാം സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളുകയാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതിൽ നിന്ന് 577 ഗ്രാം മാത്രം സ്വർണം മാത്രമേ വേർതിരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ, അത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇത് ഒരു ഭീമമായ ഒരു മാറ്റം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അതായത് അത്രയും സ്വർണം ഒരുക്കുമ്പോൾ നേരിയ ഗ്രാമിലുള്ള സ്വർണത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഉരുക്കുമ്പോഴാകുമ്പോൾ ലായനിയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് സാധനം ഉണ്ടാകും. പക്ഷേ ഇത് ഉണ്ടായിരിക്കുന്നത് 987 ഗ്രാം സ്വർണത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത്. അവിടെയാണ് ഈ വിജിലൻസിന്റെ കണ്ടെത്തലുകളെയും അതോടൊപ്പം തന്നെ ഈ UB ഗ്രൂപ്പിന്റെ ഈ കാര്യത്തിലുള്ള അവകാശവാദത്തെയും ഈ സ്മാർട്ട് ക്രിയേഷൻസ് പൂർണ്ണമായും തള്ളുന്നത്. ഇതിന് ആധികാരികമായ രേഖകളില്ല. ഒരു പക്ഷേ അതങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അത്രയും സ്വർണം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എന്ന കാര്യത്തിലേക്കാണ് പറയുന്നത്. അതല്ല, ഇനി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഈ ദ്വാരപാലിക ശില്പങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇത് കൊണ്ടുപോയതിന് ശേഷം വ്യാജമായി മറ്റൊരെണ്ണം ഉണ്ടാക്കി ഒരു പക്ഷേ ഇവിടെ ഉരുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളതാണോ എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ യഥാർത്ഥ സാധനം മാറ്റിയതിന് ശേഷം, ദ്വാരപാലക ശില്പങ്ങൾ മാറ്റിയതിന് ശേഷം, പാളികൾ മാറ്റിയതിന് ശേഷം മറ്റൊരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയിക്കപ്പെടേണ്ടത്. എന്തായാലും ഇത് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് SIT കടക്കുകയും ചെയ്യുകയാണ്.